വെൽക്കം ടു ജോണീസ് വേൾഡ്. ഇന്ന് ഞാൻ പറയാനിരിക്കുന്നൊരു വാക്യം സങ്കീർത്തനം 92 1, 2, 3 വാക്യങ്ങൾ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദ്യത്രം കൊണ്ട് വീണ കൊണ്ടും ഗംഭീരസ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തയും വർണ്ണിക്കുന്നത് നല്ലത്. എത്ര നല്ലത് യേശുവിനെ വർണ്ണിക്കുന്നത്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കുറച്ചു നേരം മാത്രമല്ല യേശുവിനെ നോക്കുന്നത്, ആരാധിക്കും. നമ്മുടെ ജീവിതത്തിൽ സകല നേരം യേശുവിനെ ധ്യാനിക്കാൻ നമ്മൾ ശ്രമിക്കും. ഇത് എനിക്കും കൂടായി പറയുന്നത്. നമ്മൾ സ്തോത്രം ചെയ്യുന്ന 10 കമ്പിയുള്ള വാദ്യത്രം കൊണ്ടും വീണ കൊണ്ടും. കർത്താവിനെ നാം വീണ കൊണ്ടും ആരാധിക്കാം. താളങ്ങളോട് നമ്മുടെ 2 കൈ വെച്ച് കൊട്ടി നമ്മൾ ആരാധിക്കാൻ സാധിക്കും. അത് എവിടെയുള്ളത്? ചർച്ചിലൊക്കെ കൈകൊട്ടി പാടുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നത്, കർത്താവിന് സ്തോത്രം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ നല്ല അനുഗ്രഹം. യേശുവേ സ്തോത്രം നമുക്ക് പറയാം. യേശുവാൽ അസാധ്യമായ കാര്യം ഒന്നുമില്ല. യഹോവയ്ക്കെല്ലാം സാധ്യം. രാവിലെ തോറും നിൻ്റെ വിശ്വസ്ത വർണ്ണിക്കുക എത്ര നല്ലത്. രാവിലെ തന്നെ യേശുവിനെ നോക്കണം. പ്രാർത്ഥിക്കുക ചെയ്യുമ്പോൾ നമ്മൾക്ക് അനുഗ്രഹമാണ്. രാത്രി തോറും നിൻ്റെ വിശ്വസ്തയെ വർണ്ണിക്കുക എത്ര നല്ല. രാത്രി തോറും നിൻ്റെ വിശ്വസ്ത ഉണ്ടോ? അതിൽ കുറഞ്ഞു പോകാതിരിക്കാൻ നമ്മളെ തന്നെ സൂക്ഷിക്കാം. രാത്രി തോറും ദൈവത്തിൻ്റെ വിശ്വസ്തയെ നമ്മൾ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. നമ്മൾ അറിഞ്ഞു പറയാ ചെയ്തു പോയ തെറ്റുകളും പാപങ്ങളും മാലിന്യങ്ങളും യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അതുകൊണ്ട് നാം മോചിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും ഞാൻ പാപിയെന്ന് പറയണ്ട. യേശുവിൽ നാം നീതിമാനാക്കിയിരിക്കുന്നു. യേശു നമ്മളെ നീതിമാനാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ വചനമെന്ന വാളെടുക്കുവാൻ ഇടയാക്കട്ടെ. രാത്രി തോറും വിശ്വസ്തയെ വർണ്ണിക്കുന്നതല്ല. യേശുവിനെക്കുറിച്ച് രാത്രി തോറും വർണ്ണിക്കാൻ നമുക്ക് നാവുകൾ പോരാ. നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ നാമമഹത്വത്തിനാക്കി തീർക്കാൻ നമ്മളെ തന്നെ ഒരുങ്ങാം. നിൻ്റെ നാമത്തെ കീർത്തിക്കുന്നത്, യേശുവിൻ്റെ നാമത്തെ കീർത്തിക്കുന്നത് എത്ര നല്ലത്. നമ്മൾ പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമ്മൾ ഇരിക്കുമ്പോൾ യേശുവിനെ ആരാധിക്കുന്നത് എത്ര നല്ലതെന്ന് നമ്മൾ കാണാം. ഇത് ശബത്തിനാൾക്കുള്ള ഒരു ഗീതം, ഒരു സങ്കീർത്തന ശബത്ത്. ഇങ്ങനെ ദൈവത്തിന് വചനമെന്ന വാളെടുത്ത് പ്രാർത്ഥിക്കാൻ നമ്മളെ തന്നെ ഒരുക്കാം. കർത്താവിൻ്റെ നമ്മൾ കൈത്താളങ്ങളോട് യേശുവിനെ ആരാധിക്കാം, യേശപ്പനെ ആരാധിക്കാം, കൈ കൊട്ടി പ്രാർത്ഥിക്കാം. യേശുവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് മനസ്സിന് സമാധാനം ലഭിക്കും. അതിനായി പറയുന്നത്, ഞാൻ എടുക്കുന്ന വേഴ്സെല്ലാം പറയുന്നത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനും ഒരു തെറ്റിലാകപ്പെടാതെ നമ്മൾ നീതിയുള്ളവനായി ജീവിക്കാനുള്ള ദൈവകൃപ വ്യാപരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. നമ്മൾ യേശുവിൽ ജീവിക്കുമ്പോൾ യേശു ക്ഷമിക്കുന്നു. യേശു രക്തത്താൽ കഴുകപ്പെടും. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഞാൻ ഭാവിയും പറയുന്നത് നമ്മൾ യേശുവിൽ നീതിമാനാക്കിയിരിക്കുന്നതാണ് പറയുന്നത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യാൻ നാം